സ്ഫടികം എന്ന സിനിമയുടെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഇതാണ് ആടുതോമ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യം. സത്യത്തിൽ ഇതൊരു ആക്ഷൻ പടം മാത്രമല്ല, ഒരച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥ കൂടിയാണ്. പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. ചാക്കോ മാഷിന്റെ സ്വപ്നങ്ങളും മകന്റെ കഴിവും തമ്മിൽ ചേരാതെ വന്നപ്പോൾ അച്ഛന്റെ ഈ ഏകാധിപത്യപരമായ രീതികൾ ആ കുട്ടിയുടെ ആത്മവിശ്വാസം മുഴുവനായി തകർത്തുകളഞ്ഞു. അപ്പോ എന്തുണ്ടായി? തോമസ് അനുസരണക്കേടിലേക്കും ദേഷ്യത്തിലേക്കും തിരിഞ്ഞു. അതൊരു തിരഞ്ഞെടുപ്പായിരുന്നില്ല, അതൊരു അതിജീവനമായിരുന്നു. ആടുതോമ എന്ന പുതിയൊരു മുഖം. ഈ ദേഷ്യമൊക്കെ ശരിക്കും ഒരു പ്രതിരോധമായിരുന്നു, ഉള്ളിലെ മുറിവുകൾ മറയ്ക്കാനുള്ള ഒരു തരം പരിച. സംവിധായകൻ ഭദ്രൻ തന്നെ പറയുന്നുണ്ട്, ഇതൊരു മോശം പാരന്റിങ്ങിനെതിരെയുള്ള സിനിമയാണെന്ന്. സിനിമയിൽ ഇതിനെ ബേർഡൻ ഓഫ് ചൈൽഡ്ഹുഡ് എന്നൊരു ആശയമായി കാണാം, അതായത് കുട്ടിക്കാലത്തെ ഭാരം. അവന്റെ കുട്ടിക്കാലം കാണിച്ച് എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ആയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് സിനിമ. ഇന്നത്തെ സൈക്കോളജി പറയുന്ന ടോക്സിക് പാരന്റിങ്ങിന്റെ പ്രശ്നങ്ങൾ ഈ സിനിമ അന്നു തന്നെ കാണിച്ചു തന്നു. ഈ കഥ ആളുകൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നതിന് ഈ കണക്കുകൾ തന്നെ ധാരാളം. വെറും 75 ലക്ഷം ബഡ്ജറ്റിൽ വന്ന് അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറി സ്ഫടികം. ഈ ഒരൊറ്റ വേഷം മോഹൻലാലിന് നേടിക്കൊടുത്തത് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡാണ്. ശരി, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്തുകൊണ്ടാണ് സ്ഫടികം ഇന്നും ചർച്ചയാകുന്നത്? കാരണം അതിലെ അച്ഛൻ-മകൻ ബന്ധവും വിദ്യാഭ്യാസത്തിന്റെ സമ്മർദ്ദവുമെല്ലാം ഇന്നും പ്രസക്തമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സിനിമയെ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളും കാണാം, അല്ലേ? സിനിമാ ഹീറോയിസത്തെ ആഘോഷിക്കുമ്പോഴും അതിന്റെ അപകടങ്ങളെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പോ ആടുതോമ ശരിക്കുമൊരു ഹീറോ ആണോ, അതോ സാഹചര്യങ്ങളുടെ ഇരയാണോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു?